നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടാൻ ജില്ലാ നേതാക്കൾ. തല്ലുകൊണ്ട് മടുത്ത മാങ്കൂട്ടത്തിൽ കൂട്ടം തെറ്റുമോ? പാലക്കാട് അസംബ്ലിയിൽ മണ്ഡലത്തിൽ നിന്നും നിയമസഭാംഗമായിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടുകൂടി പാലക്കാട് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യത്തിലാണ്. പാലക്കാട് സീറ്റ് മോഹികളായി നിരവധി നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഈ പേര് പുറത്തു പറഞ്ഞതോടുകൂടി DCC നേതൃത്വം ഒറ്റക്കെട്ടായി രാഹുലിനെതിരെ രംഗത്ത് വന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ സർക്കാരിനെതിരായ ഏതെങ്കിലും സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ മാത്രമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സിന്റെ യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസുകാർ വഴിയിൽ കിടന്ന് തല്ലുകൊള്ളുന്ന സ്ഥിതി വന്നു. പല ദിവസങ്ങളിലും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം കേന്ദ്രവിരുദ്ധ സമരത്തിന് ഡൽഹിയിലെത്തിയ രാഹുലിനെ ഡൽഹി പോലീസും ക്രൂരമായി തല്ലിച്ചതച്ചു. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും പാലക്കാട് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രശ്നമേയല്ല. അവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വരണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. ഇതിന് ന്യായമായ ചില കാരണങ്ങളും ഈ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. ജില്ലയ്ക്ക് പുറത്തു നിന്ന് മത്സരിച്ചിട്ടുള്ള എല്ലാ നേതാക്കളും തോൽവി ഏറ്റുവാങ്ങിയ ചരിത്രമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യത്തിലുള്ളത്. അത് വെറുതെ പറയുകയല്ല, തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ വിരോധ നേതാക്കൾ പറയുന്നത്. രാഷ്ട്രീയത്തിൽ വളരെ ഉയരത്തിലെത്തിയ നേതാക്കൾ പോലും പാലക്കാട് മത്സരിച്ച് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മുതിർന്ന നേതാക്കളായ MP രാഘവൻ, MP വീരേന്ദ്രകുമാർ, പന്തളം സുധാകരൻ, KP അനിൽകുമാർ, ഷാനിമോൾ ഉസ്മാൻ, സതീശൻ പാച്ചേനി തുടങ്ങിയവരൊക്കെ ജില്ലയ്ക്ക് പുറത്തു നിന്ന് മത്സരിക്കാനെത്തി തോൽവിയെ ഏറ്റുവാങ്ങിയവരാണ്. പാലക്കാട് മണ്ഡലത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്കകത്തു നിന്നുള്ള കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായവും ആവശ്യവും ജില്ലാ കമ്മിറ്റി KPCCയെ ഔദ്യോഗികമായി അറിയിച്ചതായിട്ടും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനിടയിൽ ജില്ലയ്ക്ക് പുറത്തുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ചില നേതാക്കളുടെ ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നല്ല അടിത്തറയുള്ള പ്രദേശം തന്നെയാണ്. എന്നാൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായ ശേഷം തുടർ വിജയം നേടിയെടുക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ചെറുപ്പക്കാരൻ എന്ന നിലയിലും പ്രവർത്തകരോട് ഇടപെടാൻ കഴിവുള്ള നേതാവ് എന്ന നിലയിലും ജനങ്ങൾക്കിടയിൽ താല്പര്യമുണ്ടാക്കിയ ഷാഫി പറമ്പിൽ വലിയ വിജയമാണ് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ താൻ വിട്ടൊഴിഞ്ഞ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ അഭിപ്രായത്തിലും പ്രാധാന്യമുണ്ടാകും. ഏതായാലും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ അവശേഷിക്കുമ്പോൾ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പിടിവലി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഏതാണ്ട് തുല്യമായ ശക്തിയുള്ള ജില്ലയാണ് പാലക്കാട്. ഏറെക്കാലം ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ച അന്തരിച്ച മുൻ ഗവർണർ ശങ്കരനാരായണനും അതുപോലെ തന്നെ പലതവണ MP ആയ മുതിർന്ന നേതാവ് VS വിജയരാഘവനും ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ ചരടുവലികളിൽ കുടുങ്ങിക്കിടന്ന ആൾക്കാരാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളത്തിൽ പ്രതിപക്ഷ സമരത്തിന്റെ മുഖ്യ പങ്ക് ഏറ്റെടുത്തുകൊണ്ട് സമരവീര്യം തെരുവിലേക്ക് ഇറക്കിവിട്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരള പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ മാത്രമല്ല, കേസിൽ കുടുക്കി ജയിലിൽ കഴിയുന്നതിനുള്ള സ്ഥിതി വരെ ഭരണകൂടം രാഹുലിന് സമ്മാനിച്ചിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ത്യാഗപൂർണമായ അനുഭവങ്ങളായി മുന്നിലുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കെട്ടടങ്ങാത്ത ഗ്രൂപ്പ് കളികൾക്ക് വിധേയമായിട്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തല്ലുകൊണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒറ്റപ്പെട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നന്ദി, നമസ്കാരം.